trying to reach is not available. ദാറ്റ്സ് ഇനഫ് ഡാ, ഞാനെത്തി. നിങ്ങൾ ആരാണ്? ഞാൻ തന്നെ, താൻ ഇത്ര നേരം വിളിച്ചുകൊണ്ടിരുന്ന ദൈവം. അങ്ങയുടെ സ്റ്റൈലിഷ് മേക്ക് ഓവർ. ത്രികാലജ്ഞാനിയല്ലേ മോനെ, ഇത് ഫ്യൂച്ചറിസ്റ്റിക് സ്റ്റൈൽ. സമയം കളയണ്ട, വരം ചോദിച്ചോളൂ. ബട്ട് കണ്ടീഷൻസ് അപ്ലൈ. യെസ്, ഐ നോ. മരിക്കാതിരിക്കാനുള്ള വരം തരില്ല, അങ്ങനെയല്ലേ? കറക്റ്റ്, അത് തന്നെ. ലോങ് ലൈഫ് ഒക്കെ ആർക്ക് വേണം? എനിക്ക് ടൈം ട്രാവൽ ചെയ്യണം. ഫ്യൂച്ചറിലേക്ക് പറ്റില്ല. പാസ്റ്റ് മതി, ഞാൻ ഹാപ്പി ആയിക്കോളാം. ഓക്കെ, നിന്റെ സ്മാർട്ട് വാച്ച് നോക്ക്, ആപ്പ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. Done. എൻജോയ്. ഇനി നമ്മൾ തമ്മിൽ കാണുന്നത് നിന്റെ മരണശേഷം മാത്രം. Deal. Yeah. ഗോയ്സ്, നമ്മളിപ്പോൾ മെസസോയിക് യുഗത്തിലാണ്, അതായത് ദിനോസറുകൾ ജീവിച്ചിരുന്ന സമയത്ത്. ചുറ്റും കാടാണ്. ഇവിടെ ചുറ്റുവട്ടത്ത് തന്നെ ദിനോസറിനെ കാണാൻ പറ്റിയേക്കും. നമുക്ക് ഏതായാലും ഒന്ന് നോക്കാം. എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട് ഗൈസ്, പക്ഷെ ഒരു ജീവിയും കാണുന്നില്ല. ഓ ഗൈസ്, ഡൈനോസോറസുകൾ 2 ഉണ്ട്. തീറ്റ എടുക്കുന്ന തിരക്കിലാണ് അവന്മാർ. പണി പാളിന്ന് തോന്നുന്നു ഗോയ്സ്. നമ്മൾ 3 ലക്ഷം വർഷം പിന്നിലാണ് നിയാൻഡർതാൽസും ഹോമോസാപ്പിയൻസും ഒക്കെ ജീവിച്ചിരുന്ന കാലം. ഓ ഗോയ്സ്, നിയാൻഡർതാൽസ്, അതാ ഹോമോസാപ്പിയൻസ്. നമ്മുടെ പൂർവികർ അത്ര ശരിയല്ലായിരുന്നു ഗോയ്സ്. ദൈവമേ, ഇപ്പോൾ നമ്മളൊരു 4500 വർഷം പുറകിലാണ്, ഈജിപ്തിലാണ്. ഇവിടെ ഗിസ പിരമിഡിന്റെ പണി നടക്കുകയാണ്. അടിമകളും പടയാളികളും ഒക്കെയുണ്ട് ഗൈസ്. നല്ല മഴയാണ്. പഞ്ചാബിലെ ഝലം നദിയുടെ തീരത്താണ് ഇവിടെ ഒരു സംഭവം നടക്കുന്നുണ്ട്. അലക്സാണ്ടറിന്റെ സൈന്യം ഇന്ത്യയെ ആക്രമിക്കാനുള്ള വരവാണ്. പുരൂരവസ് രാജാവും രാജാവിന്റെ സേനയുമാണ് വരുന്നത്. സൈനികരെ, യൗവനച്ചാരൻ, അവനെ പിടിക്കൂ. Load your weapons!
ലൂയിസ്, 100 വർഷം പിന്നിലാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഹേ, നിങ്ങൾ അതെ, വെൽക്കം ടു ഹെൽ. ഓ മൈ ഗോഡ്, അപ്പോൾ ഞാൻ മരിച്ചോ? കുറച്ച് മുൻപ്. ഇത്ര പെട്ടെന്നോ? താനെടുത്ത തീരുമാനമല്ലേ? അതെ, ഒരബദ്ധം പറ്റിയതാ. ഒരവസരം കൂടി തരണം പ്ലീസ്. ചാപ്റ്റർ ക്ലോസ്ഡ്. ഒരവസരം കൂടി തരണം പ്ലീസ്. ഇങ്ങനെ പിന്നാലെ നടന്നിട്ട് കാര്യമില്ല. പ്ലീസ് പ്ലീസ്. നോ ഒരവസരം നോ. പ്ലീസ് പ്ലീസ്. ഓക്കെ, ബട്ട് വൺ കണ്ടീഷൻ. നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്ന് നീ മറക്കണം. എന്ത്? അയ്യോ, അവളെയോ? അവളെയല്ല, ദാ അവളെ. ദൈവമേ. ഓക്കെ, ഡൺ. ഓക്കെ, ലൈഫ് റീലോഡഡ്. താങ്ക് ഗോഡ്. താങ്ക്സ് എ ലോട്ട്. താങ്ക് യു സോ മച്ച്. അങ്ങനെ നിന്റെ കൂടെ ജീവിക്കാൻ വേണ്ടി ബൈക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. 2-3 ദിവസം എവിടെയായിരുന്നു ചോദിച്ചേനാ? നീ ഇത്രയും വലിയ നുണക്കഥ പറഞ്ഞത്? ഇത് നുണക്കഥയല്ല, ഉവ്വ്. നീ വിശ്വസിക്ക്. ഞാൻ സത്യ പറഞ്ഞേ. ഞാൻ വിശ്വസിച്ചു. എനിക്ക് വേറെ പണിയുണ്ട്, ഞാൻ പോണു. എടാ പ്ലീസ്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. എനിക്കൊന്നും കേൾക്കണ്ട.